keep you in my heart, and my heart is where you are. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇവരാണ് ഈ വീഡിയോയുടെ മെയിൻ താരം. എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നു എൻ്റെ അളിയൻ രാഹുൽ ചേട്ടായി. അങ്ങനെ എൻ്റെ വീട്ടുകാരും ചേട്ടായിയുടെ വീട്ടുകാരും കൂടെ ചേർന്ന് ഇവരുടെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. സൂക്ഷിച്ചു നോക്കി ആ ഫോട്ടോയിൽ ഞാനും ഉണ്ട്, അങ്ങ് ജർമ്മനിയിൽ നിന്ന്. പിന്നെ സേവ് ദ ഡേറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഞാനും ഇങ്ങ് പോന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ 1 വർഷം കൂടി എത്തിയിരിക്കുകയാണ് ഗൈസ്. ആണ് നമ്മുടെ ബ്രൈഡ് ലുക്ക് റൈറ്റ്. ദിസ് ഈസ് മൈ സിസ്റ്റർ ഐറൻ ലിൻസർ. ഷീസ് ഗെറ്റിംഗ് മാരീഡ്. ഇതൊക്കെ പന്തലിൻ്റെ സാധനങ്ങളെല്ലാം വന്നു, കസേരയൊക്കെ വന്നു, ചേട്ടന്മാർ പന്തലൊക്കെ ഇടുന്നു. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ സ്വന്തം നമ്മുടെ പൊന്നിൻകുടമായ ഐറൻ ലിൻസന്റെ മധുരമെപ്പ് ചടങ്ങിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Paint my life into a masterpiece, coloring it how I want it to be. Won't stop till I see what I want to see. ടുഡേ ഈസ് April 15th, ദ എൻഗേജ്മെൻറ്റ് ഡേ. എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. അപ്പം ഇപ്പം ഏകദേശം ഒരു 5:30 ഞങ്ങൾ രാവിലെ ഏറ്റ് ഞാനും അമ്മയും ചേച്ചിയും കൂടെ റെഡി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിപ്പം ഫേസ് പ്രപ്പ് ചെയ്യാനായിട്ട് ന്യൂട്രോജീനയുടെ ഒരു ഫേസ് വാഷ്, ദെൻ ടോണർ. ഐ ലവ് ദിസ് ടോണർ, ദിസ് ഈസ് വെരി ഗുഡ് ഫോർ മീ. ചേച്ചി മേക്കപ്പ് ഇടാൻ ഓൾറെഡി കയറി കഴിഞ്ഞു. നല്ല സമയം വേണം ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം ഞങ്ങൾ ബ്യൂട്ടി പാർലറിലാണ്. എൻ്റെ സ്കേർട്ട്, ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന എന്നാത്തിനാണെന്ന് വെച്ചാൽ എൻ്റെ സ്കേർട്ട് സ്റ്റീം അയൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സ്കേർട്ടിൻ്റെ തുണി ഓർഗൻസാടെ തുണിയാണ്. എൻ്റെ സ്കേർട്ടും ഡ്രസ്സും മേക്കപ്പും എല്ലാം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മേക്കപ്പും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അമ്മയുടെ മേക്കപ്പും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യമൊക്കെ ഞാൻ കുഴപ്പമില്ലാതെ മേക്കപ്പൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിചാരം. ഇന്നലെ ചേച്ചിയുടെ മധുരമെപ്പിന് മേക്കപ്പ് ചെയ്തത് ഞാനാണ്. ഷി വാസ് ലുക്കിംഗ് പ്രിറ്റി ഗുഡ്. സോ എൻ്റെ കോൺഫിഡൻസ് വെച്ചിട്ട് ഇന്ന് ഞാൻ ചിലപ്പോൾ കുളവാക്കാനും സാധ്യതയുണ്ട്. Get inside the heads of the ones who happen to life instead of it happening to them. I wonder if I'll make a difference like that, even if it don't happen fast.
റൂം ബുക്ക് ചെയ്ത റൂമിലാണ്. ഞാനിപ്പോൾ ചേച്ചിയുടെ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ദീസ് ആർ ദ ഗിഫ്റ്റ്സ് ഐ ബോട്ട് ഫോർ ചേച്ചി ആൻഡ് ചേട്ടായി ഫോർ ദെയർ വെഡിങ്. ഞാൻ ആക്ച്വലി ഇത് ജർമ്മനിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇവർക്ക് കൊടുക്കാനായിട്ട്. ഐ എം സോ എക്സൈറ്റഡ്. എല്ലാം പോയി സർപ്രൈസ് ആട്ടോ. Should I open it? Yeah. Super. ഇപ്പോൾ രാവിലെ 5:30 നമ്മൾ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലോട്ട് പോവുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പാഴും കൊണ്ടുവിടാൻ വേണ്ടി എത്താണല്ലോ. മുടിയൊക്കെ ഹെയറൊക്കെ സ്ട്രൈറ്റ് ചെയ്തു, കേൾ ചെയ്ത് സെറ്റാക്കി, ഫേസൊക്കെ പ്രപ്പ് ചെയ്തു. ഡാർക്ക് ഷെയ്ഡ്, ഈ ഷെയ്ഡ്, ഈ ഷെയ്ഡ് പിങ്ക് മിക്സ് ചെയ്ത് എൻ്റെ ബ്രൗൺ കളർ മിക്സ് ചെയ്യുമ്പോൾ ഡാർക്ക് ഷെയ്ഡ്. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. We can do nothing at all. So what, so what? If you're stupid then you know it's nothing wrong. But you and me got a whole other meaning, I don't know how. But you and me just know how it feels when we're falling in love. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Close your eyes for a minute, close your eyes for a second. I won't change my mind. What does getting deep now? What does getting deep now? Follow me around, yeah. Can you let me down? Please don't let me down. Yeah, 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 yeah. Baby, let me down. Can you let me down? Please don't let me down. ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് ഒരു ചേട്ടനെ കൂടെ കൂടെ കിട്ടുന്നത്. അതും ചേച്ചിക്കൊത്ത ചെറുക്കൻ. Baby, read the fine print. I've got baggage and it's all Gucci. Don't get too attached to me. Everybody act like the answer. One love like in the movies. Wasting precious time assuming. What we made to fall. മറ്റേ ഇച്ചിരി ഗ്രാൻഡാ. കല്യാണ പെണ്ണിനെ ഇടിച്ചു മാറ്റുമോ? I swear that I knew in the wisdom was scanty. Doesn't mean I was broken, so open. I gave until empty. Got it all back by myself. Now nobody can tempt me. If I tell her all
ആകാശിന്റെ ചിറകുകൾ മെല്ലെ നെറുകയിൽ പുറകുന്ന പഴയമാറാവി കുടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി If I turn her off alone, I breathe in, sit on my own, on my own. I've had my heart broken, crushed, yet I survived it. ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പം ജർമ്മനിയിലാണ്. ഞാൻ നാട്ടിൽ ഏകദേശം ഏപ്രിൽ 13 ചെന്നതാണ്. പിന്നെ കല്യാണം കൂടിയിട്ട് ഇപ്പം ഒന്ന് തിരിച്ചു പോകുന്നത് മാത്രം ഞാൻ ഓർക്കുന്നത്. ഇതേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. എനിക്ക് ഏകദേശം 17 days നാട്ടിലുണ്ടായിരുന്നുള്ളൂ സ്പെൻഡ് ചെയ്യാൻ. പക്ഷേ ഇറ്റ് വാസ് ഗ്രേറ്റ്, ഇറ്റ് വാസ് റിയലി ഫൺ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. എനിക്ക് കുറേ ഫുഡ് കഴിക്കാൻ പറ്റി. ഞാൻ ഉദ്ദേശിച്ച ഫുഡെല്ലാം കഴിച്ചു. അമ്മ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. എല്ലാവരും തിരക്കിലായിരുന്നു. എൻ്റെ ഫാമിലി മൊത്തം ഈ കല്യാണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. പക്ഷെ എന്നാലും എന്നെ കൂടെ പരിഗണിച്ചു അവർ. ഒരു വർഷം കൂടി നാട്ടിൽ വന്നപ്പോഴത്തേന് അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ കല്യാണം കൂടി ആയതുകൊണ്ട് പറയാൻ വേണ്ട, 2 ഇരട്ടിയായിരുന്നു എൻ്റെ എക്സൈറ്റ്മെന്റ്. കല്യാണത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഹാപ്പി വെഡിങ് ആയിരുന്നു. ചേച്ചിയും ഹാപ്പി ആയിരുന്നു, ഞങ്ങളുടെ ഫാമിലി മുഴുവൻ ഹാപ്പി ആയിരുന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് കുറച്ചുകൂടെ വീഡിയോ ക്ലിപ്സ് ഒക്കെ എടുത്ത് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കല്യാണത്തിന്റെ എൻജോയ് ചെയ്യുന്ന ആ ഒരു മൊമെന്റിലായിരുന്നു ഞാൻ ശരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിലും കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ. അതൊക്കെ ചെയ്യുന്നതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ശരിക്കും നല്ല സങ്കടമായി. കാരണം എനിക്ക് വരണ്ടാന്ന് തന്നെ തോന്നി, തിരിച്ചു വരണ്ടാന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്ര എൻജോയ് ചെയ്തു. എനിക്ക് ശരിക്കും നാട്ടിൽ നിന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യം തുടങ്ങിപ്പോയി, അതിന് തീർക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നു. ഇപ്പം എൻ്റെ നഴ്സിംഗ് കോഴ്സ് 1.5 വർഷമായി. ഇനി 1.5 വർഷം കൂടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.